ഹലോ. ഇത് പേപ്പറിലൊരു പരസ്യം കണ്ടിട്ട് വിളിക്കുന്നതാണേ. പറഞ്ഞോളൂ. നിങ്ങളെന്തോ ഒരു അത്ഭുത സിദ്ധിന്റെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ അതെ. ഇപ്പൊ നമ്മള് എന്താ ചെയ്യാ? മാറ്റർ പറയൂ. പറഞ്ഞാല് കല്യാണം കഴിഞ്ഞിട്ടില്ല, പണിയാങ്കിലും മര്യാദക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. ആയിക്കോട്ടെ. അപ്പൊ വിവാഹത്തിന് വേണ്ടിട്ടല്ലേ? വിവാഹവും ഒരു തൊഴിലും വേണം അല്ലേ? എന്താ പേര്? രാമകൃഷ്ണൻ. എവിടുന്ന വിളിക്കുന്ന? കണ്ണൂര്. എത്ര വയസ്സുണ്ട്? 30. നക്ഷത്രം എന്നാ? മൂലം. എന്താ ചിരിക്കുന്നേ? അത് പറഞ്ഞു പോയപ്പോ ചിരിച്ചു പോയതാ. അതിനിത്ര ചിരിക്കാൻ എന്തുവാ? ഞാൻ ജോക്കൊന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങളല്ല, ആ നക്ഷത്രം പറയുമ്പോ എനിക്ക് തന്നെ ഇപ്പം ചിരി വരുന്ന. എന്താ ചെയ്യാ, മാറ്റാൻ പറ്റില്ലല്ലോ. അതിന് എനിക്ക് ചിരിയൊന്നും വന്നില്ലല്ലോ. ഞാൻ ചിരിച്ചു പോയതാ. വിവാഹത്തിനും വിവാഹം നടക്കാൻ തൊഴിലിനും ജോബ് കിട്ടാനും അല്ലേ? ഇത് നമ്മള് ഏലസ് കൊടുക്കുക ചെയ്യുന്ന കേട്ടോ. ഏലസാണോ? ഏലസാണ്. ആദ്യത്തെ 20 ദിവസം ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കാതെ നിക്കണം. പറ്റുമോ? അതൊക്കെ പറ്റും. അങ്ങനെ. എന്തേ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നത്? സില്ലി ആയിട്ട് തോന്നുന്നുണ്ടോ? ചിരിച്ചില്ലല്ലോ നിങ്ങൾ. അല്ല, എനിക്ക് ശബ്ദം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. പറഞ്ഞോളൂ. അപ്പൊ ഇതെങ്ങനെ ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങളുടെ നക്ഷത്രവും നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ് ഇതെല്ലാം വെച്ചിട്ടാണ് ഇവിടെ തിരുമേനി പൂജ ചെയ്യുന്നത്. 3 ദിവസത്തെ പൂജയാണ്. അത് തകിടില് ജപിച്ചിട്ട് വെള്ളി ഏലസിനകത്താക്കി കൊറിയർ നേരിട്ടെങ്കിൽ നേരിട്ട് അങ്ങനെ തരും. അപ്പോ അത് നിങ്ങള് ഒരു ദിവസം രാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട്, ശരീരശുദ്ധി ഇതിന് ഇമ്പോർട്ടന്റ് കേട്ടോ. കല്യാണം കഴിച്ചിട്ടില്ല, അല്ല, മൊത്തത്തിൽ വേറെ ഒന്നും പാടില്ല. ഇറച്ചി മീൻ ഇതെല്ലാം ഒന്നും പാടില്ല എന്നാ പറഞ്ഞ. കല്യാണം കഴിച്ചവരല്ല അശുദ്ധിയാന്ന് ചിന്തിക്കരുത്. അല്ല, അങ്ങനെയല്ല. ശരീരശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് അല്ല, മൊത്തത്തിൽ ശുദ്ധി എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്നൊക്കെ അശുദ്ധിയാ. ആണല്ലേ? അപ്പോ എല്ലാ തരത്തിലും നിങ്ങൾ ശുദ്ധി ഉള്ള ആളായിരിക്കണം. എന്നിട്ട് 20 ദിവസത്തേക്ക് നിങ്ങൾ ശരിക്കും എന്താ പറയുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ, അതായത് നമ്മളെല്ലാവരും നല്ല ഒരു ദൈവത്തിനെ വിശ്വസിക്കുന്നവരല്ല നമ്മള്. അപ്പൊ ദൈവം ഒരിക്കലും ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ 20 ദിവസം നമ്മൾ കാരണം വേറൊരാൾ വിഷമിക്കാതെ, ഒരാൾ കണ്ണ് നിറയ്ക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ നിൽക്കണം. ആർക്കും നന്മ ചെയ്തില്ലെങ്കിലും തിന്മ ചെയ്യാതിരിക്കുക ഈ 20 ദിവസം. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനെ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അപ്പോ ഇവിടുന്ന് ചൊല്ലിത്തരുന്ന ആ തകിടയിലുള്ള അതിന്റെ പവറും നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ആ മനസ്സിലിരിക്കുന്ന അതും രണ്ടും ഒന്നാവും. മനസ്സിലായോ? അത് മീൻസ് ഇത് ആഡായി ഒരു പവർ കിട്ടും നിങ്ങളുടെ ശരീരത്തിന്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെയും നിങ്ങൾ ആഗ്രഹിക്കുന്നതോ ആഗ്രഹിക്കാത്തതോ ആയ ജോബ് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? ഇപ്പൊ എല്ലാ ഇന്റർവ്യൂവിലും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്താലും നമ്മൾക്ക് അത് സക്സസ് ആയാലും നമുക്ക് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഡൂയിങ് ദാറ്റ് ജോബ് അല്ലെ? അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കിനും ആ ജോബ് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ചിലതാണെങ്കിൽ ഇഷ്ടപ്പെടും. ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കും നമ്മള്. അപ്പൊ നിങ്ങൾ എന്താണ് വിൽ ചെയ്യുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ വിവാഹം, അതിന് നമ്മളിവിടെ സ്വയംവര പൂജ ചെയ്യുകയാണ്. സത്യം പറഞ്ഞ ഉദ്യോഗത്തിന്റെ വേറെയാണ്, സ്വയംവരത്തിന്റെ യന്ത്രം വേറെ. വേണ്ട രണ്ടിനും കൂടെ ഒന്ന്. ഇപ്പൊ ശരിക്കും പറഞ്ഞത്, കാരണം വിവാഹത്തിന് വേണ്ടിട്ട് പറയുന്നവരെ ഉദ്യോഗത്തിന് വേണ്ടിട്ട് പറയാറില്ല. അതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ പണി ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, പണിയല്ലേ. അപ്പൊ ആദ്യമേ നോക്കുന്ന കല്യാണം അല്ലല്ലോ വലിയ ഇമ്പോർട്ടന്റ്. ആദ്യമേ നമ്മൾ സ്വന്തമായിട്ട്. എത്ര വയസ്സുണ്ട്? 30. പിന്നെ 10-70 വയസ്സിൽ കെട്ടുന്നു. പിന്നെയാ അല്ല പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ ആദ്യമേ സ്വന്തം കാലിൽ നിക്കുന്നതല്ലേ ഇമ്പോർട്ടന്റ്. നല്ല ജോലിയുള്ളവനെ നല്ല പെണ്ണ് കിട്ടത്തുള്ളൂ. പക്ഷെ അല്ലേ, നിങ്ങൾ ഏലസിന്റെ ശക്തി ഉണ്ടെങ്കിൽ ചിലപ്പോ നല്ല പെണ്ണൊക്കെ കിട്ടിയാലോ ചിലപ്പോ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് മനസ്സിലായി. രണ്ട് തരത്തിലാണ് കൊടുക്കുക. ഏലസ് ഈ സ്വയംവരം ചെയ്യുന്നവർക്ക് ജോലിയുടെയോ വേറൊന്നും കൊടുക്കാറില്ല. പക്ഷെ ജോലിയുടെ ഇതിന് കൊടുക്കുന്നവർക്ക് കുടുംബ ഐശ്വര്യവും മനസ്സമാധാനവും എല്ലാം.
സ്വയംവര നല്ലത്. എന്നാ സ്വയംവരെങ്കിൽ സ്വയംവരം. നല്ല സ്ത്രീധനമൊക്കെ കിട്ടിയ പിന്നെ പണിക്ക് വേണ്ടി വരില്ലല്ലേ. പിന്നെ ജോലി ഇല്ലാത്ത ആൾക്ക് സ്ത്രീധനം. അയ്യോ അല്ല, നമ്മുടെ അപ്പൊ ഈ ഏലത്തിന് ശക്തി ഇല്ലാന്നാണ് നിങ്ങൾ പറയുന്നത്, അതീവ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ജോലി ഇല്ലാത്തവർക്ക് ആരും സ്വയംവരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കല്യാണം നടക്കുമെന്നേ ഉള്ളൂ. സ്ത്രീധനം ഒന്നും ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തരാൻ പറ്റത്തില്ല. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വെച്ചാൽ നിങ്ങളെ അതീവ ശക്തി എന്നുള്ളതെന്നെല്ലാം കണ്ടിട്ട്. അതീവ ശക്തി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ പറയാൻ പറ്റും ഇന്ത്യൻ പ്രസിഡന്റിന്റെ മക്കളെ ഒക്കെ കല്യാണം കഴിക്കാനായിട്ട് റെഡിയാക്കി തരുമെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ഞാൻ നിങ്ങളെ പരസ്യം അങ്ങനെയല്ലേ കണ്ട. നിങ്ങൾ ഇതിന്റെ അകത്ത് പറഞ്ഞു അതീവ ശക്തി കൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ ശരിയാക്കി തരണ്ടേ. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച തിരുമേനി വരും, അപ്പൊ ചോദിച്ചു. ഏതാ തിരുമേനി? പേരെന്താ? ശ്രീരാമൻ. ശ്രീരാമൻ തിരുമേനിയാ? ഏത് ഇല്ലത്തെയാ? ഇല്ലവല്ല മാഷേ, ഇവിടെ പൂജ ചെയ്യുന്ന ഒരാളാ. അല്ല, തിരുമേനിയാ പൂജ ചെയ്തിട്ട് ഇവിടെ വന്ന് ഇതിന്റെ ജ്യോതിഷം പറയുന്ന ആളാ. ഏത് ഇല്ലത്തെയാണെന്നൊന്നും ഞാൻ തിരക്കിട്ടില്ല. ഞാൻ കോഴിക്കോട് വന്നിട്ട് 1 മാസേ ആയുള്ളൂ. നിങ്ങൾ എവിടെ സ്ഥലം എവിടെയാ? ഞാൻ എവിടെങ്കിലും ആയിക്കോട്ടെ. മനസ്സിലായല്ലോ? തിങ്കളാഴ്ച നിങ്ങൾ വിളിക്കൂ, എന്നിട്ട് ഡീറ്റെയിൽസ് തിരക്കൂ. 1 മിനിറ്റ് കൊണ്ട് എന്തുവാ നിങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പക്ഷേ വിവാഹം, തൊഴിൽ, ധനവർദ്ധന, ഐശ്വര്യം, ശക്തി കൂടിയ പൂജകൾ. ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും സംസാരിച്ചോ? സ്ത്രീധനം കൂടുതൽ നിങ്ങൾക്ക് മേടിച്ചു തരാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ ഏറ്റെടുക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വിവാഹത്തിന്റെ കാര്യത്തിന് റെഡിയാക്കി ഇതിനകത്ത് വേറെ പറയുന്നില്ല ശക്തി കൂടിയ വശീകരണം എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വശീകരണം എന്ന് പറഞ്ഞാൽ ആരെ വേണമെങ്കിൽ വശീകരിച്ചൂടെ? നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ ചേച്ചി ആഗ്രഹിച്ചു. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ നിങ്ങളെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വശീകരിക്കാൻ പറ്റുമോ ഇല്ലയോ? എവിടെ പോയി ഒളിച്ചാലും എന്നെ വശീകരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ എങ്ങനെ ഈ പരസ്യം പറഞ്ഞ വശീകരണം നടക്കുമെങ്കിൽ ഏച്ചിനെ ഞാൻ വശീകരിച്ചിരിക്കും. ഞാൻ തിങ്കളാഴ്ച പൂജയും കഴിക്കും, ഏച്ചീനെ വശീകരിക്കുകയും ചെയ്യും. പള്ളിപ്പറമ്പിൽ പോ, വേറെ ആരും കണ്ടില്ല. വെറുതെ വിടൂല. എനിക്ക് നിങ്ങളെ വശീകരിച്ചേ പറ്റുള്ളൂ. കാര്യം പറയുന്ന അതെ, തിരുമേനി കാണും. തിരുമേനിയായിട്ട് ഡിസ്കസ് ചെയ്തോളൂ. എനിക്ക് അപ്പൊ തിരുമേനി സമ്മതിച്ച ഏച്ചീനെ വശീകരിക്കാം. റെഡി അല്ലേ? ഞാനും തിരുമേനിയുടെ മച്ചനൊന്നും അല്ല എന്റെ, മനസ്സിലായോ? അതല്ലല്ലോ ചേച്ചി ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? സ്വയംവരത്തിന്റെ ഇതിന് വേണ്ടിട്ടാണോ ചോദിച്ചത്? ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ചേച്ചി ഇപ്പൊ വശീകരിക്കണം. ശരി, വെക്ക്.